പാവയ്ക്ക കൊണ്ട് ഒരു തോരനുണ്ടാക്കിയാലോ? ഒരു പാവയ്ക്കയാണ് ഞാൻ അതിനായി എടുത്തു വെച്ചിരിക്കുന്നത്. ഇത് ഉപ്പുവെള്ളത്തിലിട്ട് നന്നായി കഴുകിയെടുത്തതാണ്. ഇതിങ്ങനെയാണ് കൊത്തി അരിയേണ്ടത്. ചെറുതായിട്ട് കൊത്തി അരിയണം. എത്രമാത്രം ചെറുതാക്കാമോ അത്രമാത്രം ചെറുതായിട്ട് വേണം നമ്മൾ അരിയാൻ. അരിയുമ്പോൾ കുരു ഇങ്ങനെ എടുത്തു മാറ്റണം. ചിലർക്ക് കുരു ഇങ്ങനെ ഇടുന്ന ഇഷ്ടമാണ്, ഒന്ന് ജസ്റ്റ് കടിക്കാനൊക്കെ. അങ്ങനെയുള്ളവർ കളയണ്ട കേട്ടോ. പിഞ്ച് കുരുവാണെങ്കിൽ കുഴപ്പമില്ല. മൂത്ത കുരുവാകുമ്പോൾ തോടിനൊരു കട്ടിയാണ്, അതുകൊണ്ട് അത് കടിക്കാനൊരു സുഖം കാണിയല്ല. അതുകൊണ്ട് ഞാനിവിടെ കുരു ഇങ്ങനെ എടുത്തു മാറ്റി കളയും. ഇങ്ങനെ ഈ പാവയ്ക്ക മുഴുവൻ അരിയാം. പാവയ്ക്ക എല്ലാം അരിഞ്ഞു കഴിയുമ്പോഴേക്കും അതിനകത്തേക്ക് 1 ടീസ്പൂൺ ഉപ്പിട്ട് ഇളക്കി വെക്കണം, അല്ലെങ്കിൽ കഴിക്കുമെന്നാണ് പറയുന്നത്. ഉപ്പിട്ട് തിരുമ്മി വെള്ളം പിഴിഞ്ഞു കളഞ്ഞിട്ട് തോരൻ വെക്കുന്നവരുമുണ്ട്. ഞാനിവിടെ ഉപ്പ് തിരുമ്മി ഉടനെ തന്നെ തോരൻ വെക്കുകയാണ്. ഇതിലേക്ക് ഇനി 1 കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞു ചേർക്കുകയാണ്. പത്ത് 15 ചെറിയുള്ളി ചെറുതായി അരിഞ്ഞിടുക. എത്ര ഉള്ളി ഇട്ടാലും ടേസ്റ്റ് കൂടുകയുള്ളൂ. ഇനി ഇതിലേക്ക് ഒരു 5 കാന്താരി മുളക് ചെറുതായി അരിഞ്ഞിടുക. മുളക് ഓരോരുത്തരുടെ ഇഷ്ടാനുസരണം ചേർക്കാം കേട്ടോ. എരിവും ഉപ്പും ഒരുപോലെ നിൽക്കണം, എന്നാലേ പാവയ്ക്ക തോരൻ കറക്റ്റ് രുചി വരികയുള്ളൂ. ഇനി ഒരു ചുവട് കട്ടിയുള്ളൊരു പാത്രം സ്റ്റൗവിലേക്ക് വെക്കാം, അല്ലെങ്കിൽ മൺചട്ടി വെക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന പാവയ്ക്ക ഇടുക. സിമ്മിലാണ് കേട്ടോ ഞാനിപ്പോൾ ഇട്ടിരിക്കുന്നത്. പണ്ടുകാലത്തുള്ളവർ മൺചട്ടിയിലിട്ട് കനലിലാണ് പാവയ്ക്ക വേവിച്ചിരുന്നത്. തീ അധികം കത്തിക്കില്ലായിരുന്നു. നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. ഇനി ഞാനിതിലേക്ക് തേങ്ങ ചിരിതാണ് ചേർക്കുന്നത്. 2 ടേബിൾ സ്പൂൺ തേങ്ങയാണ് ഇട്ടത്. അധികം തേങ്ങ ഇടാത്തതാണ് പാവയ്ക്ക തോരന് നല്ലത്. എല്ലാം ഒന്ന് ഇളക്കി യോജിപ്പിച്ച് തട്ടിപ്പൊത്തി വയ്ക്കുക. ഇപ്പോൾ ഞാൻ 1 ടേബിൾ സ്പൂൺ തേങ്ങയും കൂടെ ചേർത്തു, അതായത് ടോട്ടൽ 3 ടേബിൾ സ്പൂൺ. ഇനി ഇതിലേക്ക് 1 തണ്ട് കറിവേപ്പില ഞുള്ളിയിടുക. ഈ സമയം ഉപ്പും എരിവും നോക്കുക, എന്നിട്ട് മൂടി വെച്ച് വേവിക്കുക. ഇടയ്ക്കിടയ്ക്ക് മൂടി തുറന്ന് ഇളക്കണം, വെള്ളം പറ്റണം. ഞാൻ വേറെ വെള്ളമൊന്നും ചേർത്തിട്ടില്ലായിരുന്നു കേട്ടോ. തേങ്ങയുടെ ഒരു എണ്ണ തെളിയുന്ന ഒരു ഗ്ലേസിങ് വരുന്നവരെ നമ്മളത് വറ്റിച്ചെടുക്കണം. എണ്ണ തെളിഞ്ഞ് ഒരു ഗ്ലേസിങ് വരുന്നത് നന്നായിട്ട് നമുക്ക് മനസ്സിലാവും. വീഡിയോയിൽ അത് കറക്റ്റായി കാണാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. നല്ല വിളഞ്ഞ തേങ്ങയാണ് നല്ലത് കറി വയ്ക്കാൻ. കറിവേപ്പിലയിലെല്ലാം എണ്ണമയമൊക്കെ കാണാം. ഫ്രിഡ്ജിൽ വെച്ചില്ലെങ്കിലും 2-3 ദിവസം പുറത്ത് കുഴപ്പമില്ലാതെ ഇരുന്നോളും. അതുകൊണ്ട് ചെറുതീയിലിട്ട് ഇളക്കി വെള്ളം ഇല്ലാതെ എടുക്കണം. അങ്ങനെ ആവി പറക്കുന്ന പാവയ്ക്ക തോരൻ റെഡി ആയിരിക്കുന്നു. നല്ല ഉണങ്ങിയ ഒരു പ്ലേറ്റിലേക്ക് നമുക്കിത് മാറ്റാം. എല്ലാവരും ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കി നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായി അറിയിക്കുകയും ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണേ ഞങ്ങളുടെ ചാനൽ. താങ്ക് യു.